തമിഴ്നാട് കുഴിത്തുറയിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ച പ്രഭാഷകൻ TS ശ്യാംകുമാറിനെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. CPIM സനാതന ധർമ്മത്തെക്കുറിച്ച് സംഘടിപ്പിച്ച സെമിനാറിനിടെയാണ് സംഭവം. ശ്യാംകുമാറിന്റെ കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ ഞാൻ പരിപാടി കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞാൻ സഞ്ചരിച്ച കാറിൻ്റെ ഡ്രൈവറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു. പ്രത്യേകിച്ച് ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളെന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പരിപാടി കഴിഞ്ഞ് കാറിൽ കയറി ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ കാറിൽ അല്പം തിരിഞ്ഞ് ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴേക്കും BJP പ്രവർത്തകരും അതുപോലെ തന്നെ അത്തരം ആളുകളും കാറ് തടയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും കാറ് മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ തടസ്സം സൃഷ്ടിക്കുകയുമാണ് തുടർന്നുണ്ടായത്. CPMൻ്റെ ഏരിയ സെക്രട്ടറി സതീഷ് കുമാർ, CPMൻ്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലോ അതോ മറ്റെന്തോ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മീര മനോഹരൻ ചേരുന്നു. മീര, ശ്യാംകുമാറിനെതിരായ ആക്രമണം എപ്പോഴാണ് ഉണ്ടായത്? ഈ CPMൻ്റെ ഏരിയ സെക്രട്ടറി കസ്റ്റഡിയിലുണ്ട് എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇദ്ദേഹത്തെ ആക്രമിച്ചവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ പോലീസ്? ലക്ഷ്മി, ഇന്നലെ ആയിരുന്നു ഈ ഒരു സംഭവം നടന്നത്. നമുക്കറിയാം CPMൻ്റെ മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഈ കുഴിത്തുറയിലെ CPM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സെമിനാറിൽ സംസാരിക്കാൻ എത്തിയതായിരുന്നു പ്രമുഖ സംസ്കൃത പണ്ഡിതനും പ്രഭാഷകനുമായ TS ശ്യാംകുമാർ. അദ്ദേഹം ആ സെമിനാറിൽ സംസാരിച്ച വിഷയം സനാതന ധർമ്മമായിരുന്നു. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കെ തന്നെ ഇദ്ദേഹം വന്ന കാറിൻ്റെ ഡ്രൈവറെ ഉൾപ്പെടെ ആ പ്രദേശത്തെ ഹിന്ദുത്വവാദികൾ, BJP അനുഭാവമുള്ള പ്രവർത്തകർ എന്ന് തന്നെയാണ് നമ്മളോട് അദ്ദേഹം പറയുന്നത്, ആ പ്രവർത്തകർ അവിടെ എത്തുകയും ഈ അസഭ്യം പറയുകയും വണ്ടിയുടെ ഉൾപ്പെടെ ഫോട്ടോ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങി അദ്ദേഹം തിരിച്ചു മടങ്ങുമ്പോഴാണ് ഈ പ്രവർത്തകർ വീണ്ടും എത്തുകയും കാർ തടഞ്ഞു നിർത്തുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ CPM ഉൾപ്പെടെയുള്ള അവിടുത്തെ CPMൻ്റെ നേതാക്കൾ എത്തുകയും ഈ അക്രമം തടയുകയുമായിരുന്നു. CPM പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചതായുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ CPM ഏരിയ സെക്രട്ടറി ശശികുമാർ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിൽ അവർ സ്റ്റേഷനിലല്ല, സ്റ്റേഷനിൽ നിന്നിറങ്ങി എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ലക്ഷ്മി. മീര മനോഹരനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.